ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അതായത് എൻ്റെ കാലുകൊണ്ട് ഒന്ന് വയ്യാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കിടന്ന് ഉറങ്ങി സുഖിച്ചിട്ട് വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ പോരുക. ഓക്കെ, അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഞാൻ 10 മണി, എൻ്റെ കയ്യിൽ നിന്ന് നല്ല കണ്ണുവേദന ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ 10 മണിക്കാണ് ഞാൻ എണീറ്റിട്ടുള്ളത്. അതായത് ഒരു 10-11 മണി ആവാനുള്ള സമയത്താണ് ഞാൻ എണീറ്റത്. കാരണം വെച്ചാൽ നമുക്ക് കാലുകൊണ്ട് വയ്യേ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കെട്ടിയിട്ടാട്ടെ നമ്മൾ കിടന്നുറങ്ങിയത്. കീസോറയില്ലേ, അത് കാലുമ കെട്ടിയിട്ട് ഞാൻ കിടന്നുറങ്ങി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും തട്ടുന്നുള്ള പേടിയോണ്ട് ഞാൻ കറ വിട്ടതാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കാല് ഞാൻ കെട്ടും. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാല് വെള്ളമൊക്കെ തട്ടുകയാണെന്നുണ്ടെങ്കിൽ തട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ബാത്റൂമിലേക്കൊക്കെ പോകാമല്ലേ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് കെട്ടി വെച്ചിട്ട്. കാരണം കെട്ടിയില്ലെങ്കിൽ സീനാണ്, വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പായിക്കും, ഡോക്ടർ പറഞ്ഞാണ്. അപ്പോൾ എനിക്ക് എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കണ്ണ് അടിച്ചു പോയിക്കണം ഗൈസ്, എന്താണെന്നുള്ളൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ഒരാൾ ബെല്ലടിച്ചപ്പോൾ പോയി നോക്കിയതാണ്. അപ്പോൾ കൊറിയറിനാണ്, ആരുമല്ല, എൻ്റെ ക്രഷാണ് ഗൈസ്, എൻ്റെ ക്രഷ്. ഈ നാട്ടിലുള്ള എൻ്റെ ക്രഷാണല്ലോ. ഇബനിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാലല്ലോ പേടിയാണ്. ക്രഷാട്ടെ എൻ്റെ, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ക്രഷാണ് അവൻ. അതവൻ പോയിട്ട് അങ്ങനെ ഞാൻ ആ സാധനം എടുത്ത് കൊടുന്നു. പിന്നെ ഓനത്തിൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഓരോട് ഞാൻ പറയണം, ഒന്നും മനസ്സിൽ വിചാരിക്കരുത് കേട്ടോ, അത്രേ ഉള്ളൂ. സോ നിങ്ങളൊന്ന് വിചാരിക്കണ്ടേ എന്നെ പറ്റിയിട്ട്. അപ്പം ഞാൻ പല്ലൊന്നും തേച്ചിട്ടില്ല കേട്ടോ, ഞാൻ പല്ലൊക്കെ ഇടും. പിന്നെ പൽപ്പൊടി കൊണ്ടാട്ടെ ഞാൻ പല്ലേക്കുക. കാരണം എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. സ്വസ്ഥത വേണമെങ്കിൽ പൽപ്പൊടി ഇട്ടിട്ട് പല്ലേക്കണം, അല്ലെങ്കിൽ എന്തോ പൊറുതിയേടാണ് കേട്ടോ, ഭയങ്കര പൊറുതിയേടാണ് കോൾഗേറ്റ് തേക്കുന്നത്, ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് ആമസോണിൽ നിന്ന് ഒരു കവർ കിട്ടിയിട്ടുണ്ട്. അതിൽ എന്താ നോക്കട്ടെ കേട്ടോ, ഞാൻ പൊളിച്ചിട്ടേ ഇതിലൊന്നുമില്ല. മുടി ഗൈസ്, അപ്പോഴേക്ക് മുടി കെട്ടി ആമസോണിൽ നിന്ന്. എങ്ങനെയുണ്ടമ്മ മുടി? അടിപൊളി സെറ്റിലെ, നല്ല രസമുണ്ട് കാണാൻ. ഇതിന്റെ അമ്മക്ക് വെച്ചെടുക്ക, അമ്മക്ക് മുടിയാത്ത. എനിക്കിഷ്ടമല്ല അങ്ങനത്തെ മുടിയൊന്നും വെക്കണത്. എന്റെ കുച്ചിരാപ്പി മുടി അതിക്ക് ഇത് അമ്മക്ക് മുടി ഹറാമാണ്. ഇതാ മുടി അറാമ, വലിയ പിത്തനെ അത് ഉണ്ടാക്കണം നിങ്ങൾക്ക് ആറാമ. ഏനകത്ത് പിത്തനെ മുടി പ്രശ്നം ഉണ്ടായി. ഞാനൊരു കുഞ്ചി കാണിച്ച് നക്കിനൊരു പെണ്ണെ, കുഞ്ചി കാണിച്ച് നക്കിനൊരു ഇത് പ്രസവിക്കാൻ പോവില്ല. പ്രസവവാടി കേക്കിന് ചുണ്ടേരി മോളിൽ വീഡിയോ കാണണ്ട പൊന്നമ്മ, പൊന്നമ്മ. മീനുമ്മ, ഒരു കുട്ടിന്റെ മീനുമ്മ, മീനുമ്മ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ അടക്കള. എൻ്റെ അമ്മ പെറ്റിയെടുക്കുന്ന സ്ഥലമാണിത്. അത് നേരത്തെ ഇതിൻ്റെ ഉള്ളിലാണ്. ഒരു സമാധാനമില്ല ഗൈസ്. ഫ്രിഡ്ജിൽ ഞങ്ങൾക്ക് സാധനം കാണിച്ചു തരാം, ഒരു തേങ്ങ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എപ്പോഴും ഒരു തൈര്, പാല്, തേങ്ങ, ഇതല്ലാണ്ട് ഒരു സാധനം ഇതുവരെയായിട്ട് ഇതിലുണ്ടായിട്ടില്ല. ഞാൻ ഇതുവരെ ജനിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത്രക്കും വൃത്തിയായിട്ടാ ഒരു എന്താ പറയുക, ഫ്രിഡ്ജ്. അപ്പം ഞാൻ ചായ കുടിക്കട്ടെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ദോശ ഇഷ്ടമല്ല. പക്ഷെ നിങ്ങളെ മുന്നിലൊന്ന് ജസ്റ്റ് മുടിച്ചെന്നുള്ളൂ. പിന്നെ നല്ല വെള്ളം കുടിക്കുക, എന്നാലും നമുക്ക് ഹൈഡ്രേഷൻ ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾക്ക് ഓക്സിജനും കാര്യങ്ങളൊക്കെ കയറണമെങ്കിൽ നമ്മൾ നല്ലോണം വെള്ളം കുടിക്കണം, എന്നാലേ വിറ്റാമിൻ സിയും ഡി ഒക്കെ കയറുള്ളൂ കേട്ടോ. അപ്പം ഞാൻ നല്ലോണം വെള്ളം കുടിക്കുക. ഇപ്പം മുതൽ ഞാൻ നല്ലോണം വെള്ളം കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കറണ്ട് പോയി ഇപ്പൊ ഇൻവേർട്ടർ. അപ്പം ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനുള്ള നല്ല കെയർ കിട്ടും. അതായത് ഞാൻ ചെയ്തതിൽ ബെസ്റ്റായിട്ടുള്ള ഒരു പാക്കാണ് ഇത്. ഞാനിത് ഡെയിലി ചെയ്യുന്ന ഒരാളാണ്. അതായത് ഡെയിലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 9ാം ക്ലാസ് തൊട്ടിട്ട് ഇന്നിപ്പോൾ ഇതുവരെ ആയിട്ട്, എനിക്കിപ്പോൾ പ്രായമായില്ലേ, അതുവരെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പാക്കാണ് ഇപ്പോൾ ഇത്. തക്കാളിയും അതേപോലെ തന്നെ പഞ്ചസാരയും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് മുഖത്ത് തേക്കൽ. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഭയങ്കരമായിട്ട് ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷനും കുറയലുണ്ട്.
കുരു വരില്ല. നല്ലോണം നമ്മുടെ ഈ ടോണൊക്കെ ഉണ്ടല്ലോ, ടാനൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ മാറും. നമ്മളിങ്ങനെ നമുക്കിപ്പോൾ ചില ആൾക്കാർക്ക് നിറമൊക്കെ കുറയുണ്ടെന്ന് തോന്നി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇട്ട് കൊടുത്താൽ മതി. അതായത് ഇത് ബാലൻസ് ചെയ്യും, അതായത് പോവില്ല. അങ്ങനത്തെ അടിപൊളി സാധനം പാക്കാണ് കേട്ടോ. നിങ്ങളൊന്ന് വേണമെങ്കിൽ ട്രൈ ചെയ്തോളി. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ കണ്ടൻറ്റൊക്കെ എഴുതി വെക്കും കേട്ടോ. എനിക്ക് എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ മനസ്സിൽ വന്നതിനെ ഞാൻ എഴുതി വെക്കും. അങ്ങനെ എപ്പോഴൊന്നും എഴുതി വെക്കൂല, എന്നാലും വീഡിയോൻ്റെ മുന്നിലൊന്നും അങ്ങനെ കാണിക്കണമല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ. അല്ലാതെ ഇപ്പം എന്താപ്പത് ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരുമാതിരി വൃത്തിയിട്ട വീഡിയോ. അപ്പോൾ നമ്മൾ ബീവി കുട്ടിക്ക് എന്തായാലും നമ്മൾ പാല് കൊടുക്കണം. കാരണം എൻ്റെ പൊന്നാണ് കേട്ടോ. കാരണം എനിക്ക് ഇവളില്ലാതെ ഇവളുണ്ടായിട്ട് വീട്ടിൽ ഇവളുണ്ട അന്ന് മുതൽ ഞാൻ പുറത്തേക്ക് മര്യാദക്ക് ഇറങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ ഏത് നേരത്തും ഞാൻ കോഴിക്കോട് പെറ്റെടുക്കലാണ്. ഏത് നേരത്തും കോഴിക്കോട്, എൻ്റെ തറവാടാണ് കോഴിക്കോട്. കാരണം ഏത് നേരത്തും അവിടെയാണ്. ഇപ്പം എൻ്റെ കണ്ണിന് എന്തോ പറ്റി. അപ്പോൾ നമ്മളെ തള്ളതായിട്ട് പപ്പടം പൊരിക്കണ്. പപ്പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടമല്ല, അമ്മക്കല്ല ഇഷ്ടമാണ്. നമ്മളമ്മ പ്യാവാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളമ്മനെ. നല്ല അടിപൊളി ക്യാരക്ടറാണ്, പൊന്നാണ്, തേനാണ്. ഇവിടെ ആരും കൊള്ളാൻ പറ്റുമൊന്നുമില്ല. ഫുള്ളായിട്ട് കാണിക്കാം. ലിപ്സ്റ്റിക്കില്ലാതെ എനിക്ക് ജോലി നിൽക്കാനില്ല. ലിപ്സ്റ്റിക്കിട്ട് ലിറ്റുമൊക്കെ പോണേ എന്താ ഇത് നോക്കണം. എന്താ അന്ന് കുറിച്ച് തൂങ്ങും ചെയ്യല്ലേട്ടാ, അതിന് ഇരിക്കാനുള്ള സ്ഥലം എന്നല്ലേ. ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ പുറത്ത് ഇറങ്ങും കേട്ടോ. ചില സമയത്തൊക്കെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് വിഷമം തോന്നിയൊരു കാര്യമാണ്, നിങ്ങൾ ഈ കോഴിക്കുട്ടികളൊക്കെ നോക്കിയിട്ട് അവരൊക്കെ നമ്മൾ തിന്നല്ലേ. എനിക്ക് അത് ഭയങ്കര സങ്കടമായി. അന്നത്തെ ദിവസം ഞാൻ ചിക്കൻ തിന്നിട്ടില്ല, എനിക്ക് ഇറച്ചി തിന്നാൻ തോന്നണില്ല ഗൈസ്, സത്യം പറയാമല്ലോ. പിന്നെ ഞാനൊരു 7 മണി 8 മണി സമയത്ത് ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, നമ്മളെ ക്യാരറ്റും ആപ്പിളും കയറ്റും, തൊള്ളയൊക്കെ അടിച്ച് കയറ്റും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിന്ന് കഴിഞ്ഞാൽ കവിള് നന്നായിട്ട് വരും. പിന്നെ നമ്മളെ സ്കിന്ന് നല്ല ലൈറ്റനാവും, ഗ്ലോ ആവും, ടാനഡ് മാറും, അതേപോലെ പിഗ്മെൻഷൻ അങ്ങനെ സംഭവങ്ങളൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞേക്കാം, എനിക്കറിയില്ല. പക്ഷേ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ തിന്ന് നോക്കിയപ്പോൾ എനിക്ക് നല്ലോണം കവിള് വരാൻ തുടങ്ങി. സോ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് ഞാൻ എന്നും തിന്നണില്ല, ഇടയ്ക്കിടയ്ക്ക് തിന്നും. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിച്ചു. സോ ഇനി ഇതുപോലത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളിതിൽ എൻജോയ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഗൈസ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ വരാം. ബൈ.